അസ്സലാമു അലൈക്കും. ഞാൻ സൈനുദ്ദീൻ ആരിഫ്. മുഗ്രാൽ ന്യൂസിൻ്റെ 6ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. നാളെ വൈകിട്ടോടെ പ്രചാരണം അവസാനിക്കുന്നു. ഇരുമുന്നണികളും വിജയപ്രതീക്ഷയിൽ. ആവേശം അണപൊട്ടിയൊഴുകിയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാളെ സമാപനം കുറിക്കുന്നു. ബാനറുകളും കൊടിത്തോരണങ്ങളും വിപ്ലവ ഗാനങ്ങളുടെ അകമ്പടിയോടെയുള്ള മൈക്ക് അനൗൺസ്മെന്റുകളുമായി ഇരുമുന്നണികളും അവസാനവട്ട പ്രചാരണ തിരക്കിലാണിപ്പോൾ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പായതുകൊണ്ട് തന്നെ ത്രിതല തിരഞ്ഞെടുപ്പിന് ഓരോ വാർഡിലും വോട്ടർമാരും കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടിനും മൂല്യം ഏറെയാണ്. ഇത് വ്യക്തമായി അറിയാവുന്ന സ്ഥാനാർത്ഥികൾ എന്ത് വില കൊടുത്തും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അവസാനവട്ട മിനുക്കുപണിയിലാണ്. കവലപ്രസംഗങ്ങളും വീട് വീടാന്തരം കയറിയുള്ള വോട്ടുപിടുത്തവും മാത്രമല്ല, രാഷ്ട്രീയ കുപ്രചരണങ്ങളും ചാണക്യ സൂത്രങ്ങളും വഴി എങ്ങനെയും വിജയിച്ച് കയറാനുള്ള തത്രപ്പാടിലാണ് ഓരോ സ്ഥാനാർത്ഥിയും. ത്രിതല തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ വലിയ വാഗ്ദാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ലെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾക്കെങ്കിലും മുൻഗണന നൽകി അവ പൂർത്തീകരിച്ചു തരുമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് വോട്ടർമാർ. ഇപ്രാവശ്യം കന്നി അംഗത്തിനിറങ്ങുന്ന ജനകീയ വികസന മുന്നണിയുടെ സാരഥി മിസ്റ്റർ MC അക്ബർ മുഗ്രാൽ ഓൺലൈനിലെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി മുഗ്രാൽ ന്യൂസിനോട് സംസാരിക്കും. ഈ ജനകീയ മുന്നണിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒന്ന് വിവരിക്കുന്നു. സ്വജനപക്ഷപാതവും അഴിമതിയും അതുപോലെയുള്ള എല്ലാത്തരം വേണ്ടാതീനങ്ങളും ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത് ജനനന്മയും ജനസേവനവുമാണ്. എന്നാൽ അതിന് പകരം ഇന്ന് അതിലൂടെ പണമുണ്ടാക്കി സുഖിക്കുക എന്ന ഒരുതരം സ്വഭാവം പല രാഷ്ട്രീയക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുണ്ടായതുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ മുഖം നമുക്ക് ജനങ്ങളുടെ ഇടയിൽ കാണിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജനകീയ മുന്നണി ഞങ്ങൾ രൂപം നൽകി. ഈ ജനകീയ മുന്നണിയിൽ ഏതൊക്കെ പാർട്ടികളാണ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ജനകീയ മുന്നണിയിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട ആരുമില്ല. 2 രാഷ്ട്രീയ ഇപ്പോൾ ഇടതും വലതുമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഇടതു വരണം, അല്ലെങ്കിൽ വലത്. ഇത് രണ്ടും മടുത്ത് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കുറേ ആളുകൾ ഈ ലക്ഷ്യം അവരോട് പറഞ്ഞപ്പോൾ അവർ ഇതിൽ ആകൃഷ്ടരായി ഞങ്ങളോടൊപ്പം ചേരുകയാണ് ചെയ്തത്. അതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരും ഉണ്ടാകാം. പക്ഷെ ഇന്ന് അവർക്ക് ആ രാഷ്ട്രീയത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല. ജനങ്ങൾക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കണം ഈ മണ്ഡലം ഭരിക്കേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇതിലുള്ളത്. ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഏതെല്ലാം വാർഡുകളിൽ മത്സരിക്കുന്നു? കുമ്പള പഞ്ചായത്തിൽ ജനകീയ മുന്നണിയുടെ 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിൽ 19ാം വാർഡിൽ എൻ്റെ ഭാര്യ സക്കീന അക്ബറും 20ാം വാർഡിൽ ലത്തീഫ് കൊയ്പ്പാടി എന്ന ആളുടെ ഭാര്യ സഹീറയുമാണ് മത്സരിക്കുന്നത്. ജനകീയ മുന്നണിയുടെ വിജയപ്രതീക്ഷ താങ്കൾക്ക് എത്രത്തോളം? ഈ 2 വാർഡിലും നല്ലവണ്ണം വിജയപ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ ആ 2ലും ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് തന്നെ ജനസേവനം ഒരു ഇബാദത്ത് എന്ന ധാരണ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്നിൽ പോയതുകൊണ്ടാണ് ജനകീയ മുന്നണി എന്നൊരു സംഘടന ഇവിടെ രൂപം കൊണ്ടത് എന്ന് താങ്കൾ പറയുകയുണ്ടായി. സ്വാഭാവികമായും പിന്നീട് ഒരിക്കൽ ഈ ജനകീയ മുന്നണിയും ഇതുപോലെ അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള പാർട്ടികളിൽ കടന്ന് കൂടിയതുപോലെയുള്ള
പാർലമെന്ററി വ്യാമോഹം, അതുവഴിയുണ്ടാകുന്ന ധനമോഹങ്ങൾക്കും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗങ്ങൾക്കും താങ്കളുടെ പാർട്ടി അടിമപ്പെട്ടുകൂടെ? തീർച്ചയായും അടിമപ്പെട്ടു പോവുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങൾ കിട്ടുന്ന നേതൃസ്ഥാനം തീർച്ചയായും നാളെ ഞങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. ഇന്നിവിടെ അഴിമതിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുഴുകിയാൽ അത് ഞങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗം നേടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഞങ്ങൾ പോവുകയില്ല എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്തൊക്കെ? തീരദേശമായതുകൊണ്ട് അവിടെ താമസിക്കും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്, വളരെ പാവപ്പെട്ടവരാണ്. അതുപോലെയുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, റോഡുകൾ, അത് പിന്നെ കൊപ്പളം വരെയുള്ള കുമ്പളം മുതൽ കൊപ്പളം വരെയുള്ള റോഡുകൾ ഇന്ന് താറുമാറായി കിടക്കുകയാണ്. 52 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടും അത് ഇന്നും സഞ്ചാരയോഗ്യമല്ല. ആ കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ തന്നെ അത് മുഴുവിപ്പിച്ച് ഞങ്ങൾക്ക് സൗകര്യമുള്ള ഇതാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവിടെ ഒരു UP സ്കൂൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ആളുകളോട് പറയാനുള്ള കാര്യങ്ങൾ. താങ്കൾക്ക് ഈ വാർഡുകളിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുണ്ടാകും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകും. സഹോദരങ്ങളായ ഗൾഫിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ആളുകളോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങൾ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് വെറും ഒരു രാഷ്ട്രീയ വാഗ്ദാനമല്ല, ഇത് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തട്ടിപ്പറയുന്ന വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഒരിക്കലും നിങ്ങൾ ലംഘിക്കുകയില്ല. വാഗ്ദാനം ലംഘിക്കുന്നവർ ശരിക്കും വിശ്വാസികളല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ വിജയപ്രതീക്ഷ ഉണ്ട്? നല്ല പ്രതീക്ഷ ഉണ്ട്. അതായത് ഇത് UDFന്റെ വാർഡാണ്. LDFന് 35 വർഷമായിട്ട് LDFന് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പാട്ട് കേട്ട എൻ്റെ സുഹൃത്തുക്കൾ, ഈ 15ാം വാർഡ് എന്നല്ല, മൊഗ്രാലിൻ്റെ തന്നെ മോനാണ് ഞാൻ. എന്നെ എല്ലാവർക്കും അറിയാം, എല്ലാ ഉമ്മ പെങ്ങന്മാർക്കും എന്നെ അറിയാം. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ പാവപ്പെട്ടവനായ എൻ്റെ ചിഹ്നത്തിലേക്ക്, കൊടാടിയാളത്തിലേക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വിജയിക്കും, യാതൊരു സംശയമില്ല, ഇൻഷാ അല്ലാഹ്. എങ്ങനെ വിജയ സാധ്യത? നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇനിയുള്ള പ്രവർത്തനം. എന്തൊക്കെയാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഈ വാർഡിലേക്ക്? തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ഒന്നും പറയാനില്ല. എങ്കിലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് മൊഗ്രാലിലേക്കും അതുപോലെ തന്നെ കുമ്പള പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബദിരാങ്ങൽ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കുടിവെള്ളം എത്താൻ പാടുപെടുന്ന പല ഉപഭോക്താക്കളും ഇവിടെ ഉണ്ട്. അവരെയും കൂട്ടിക്കൊണ്ട് പല കുടിവെള്ള പദ്ധതികളും ഉണ്ടാക്കി നമ്മുടെ ഈ വാർഡിൻ്റെ വികസനം ഒന്നുകൂടി കുടിവെള്ളത്തേക്കാനുള്ള ഒരു അവസരം കൂടി ഇതിൽ കാണണമെന്നാണ് പറയുന്നത്. അമിത്ഷാ, നിങ്ങൾക്കെതിരെ BJPക്കാർ ചില ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട, എന്തായിരുന്നു ആരോപണങ്ങൾ? അത് എന്താണ് അതേക്കുറിച്ച് പറയാൻ? അതൊക്കെ ദുരുദ്ദേശപരമായിട്ടുള്ള ആരോപണമാണ്, അടിസ്ഥാനരഹിതമാണ്. റൂമിൻ്റെ എന്തോ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ് അവർ പറയുന്നത്. ഏതായാലും അത് ശരിയല്ല. അങ്ങനെയുള്ള ഒരു അഗ്രിമെന്റ് മറ്റോ ഇല്ല. ഭാവിയിൽ അത് പ്രശ്നമില്ല. അങ്ങനത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരാനില്ല. പിന്നെ ഇവിടെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അല്ല വല്ല എതിർപ്പുകളോ അസ്വാരസ്യങ്ങളോ മറ്റേ ഈ വാർഡിലുണ്ടോ? പാർട്ടിയുടെ കുമ്പള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുമ്പള പഞ്ചായത്തിൽ മുതിർന്ന നേതാക്കളായ ബഷീർ മുഹമ്മദ് ഉമ്പായിച്ച ഇവരൊക്കെ നമ്മുടെ വാർഡിൽ ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ബഷീർ ഞങ്ങൾ ഉമ്പായിച്ച ഉണ്ടായിരുന്നു. ഇന്നലെ 1 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ബഷീർ അടുക്കം അവരെല്ലാം നമ്മുടെ വാർഡിനെ പറ്റി ശ്രദ്ധിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും തരികയും ചെയ്യുന്നുണ്ട്. മൊഗ്രാൽ ഫുട്ബോളിൻ്റെ മറഡോണ ശ്രീമാൻ MP ഖാദർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മൊഗ്രാൽ ന്യൂസിൻ്റെ പ്രതിനിധി മിസ്റ്റർ MA അബ്ദുൾ റഹ്മാൻ അദ്ദേഹവുമായി സംസാരിച്ചു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
കൊപ്പളംപാടിൽ മത്സരിക്കുന്ന സീമ അബ്ദുൽ ഖാദറിൻ്റെ ഭർത്താവ് മിസ്റ്റർ MP അബ്ദുൽ ഖാദറുമായാണ് ഇപ്പോൾ നാം സംസാരിക്കുന്നത്. ശ്രീ MP അബ്ദുൽ ഖാദർ, തികച്ചും ചിത്രത്തിൽ തീരെ ഇല്ലാതിരുന്ന താങ്കളുടെ ഭാര്യ എങ്ങനെ ഈ സ്ഥാനാർത്ഥിയായി വന്നു? ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഇവിടുത്തെ ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളിൽ ചിലർ എന്നോട് എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. ഞാൻ അനുകൂലമായിട്ടല്ല അന്ന് അവർക്ക് മറുപടി കൊടുത്തത്. കാരണം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അവിടെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അന്നും നിഷേധിക്കാനുണ്ടായത്. അവസാനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ആദ്യം നിയോഗിക്കപ്പെട്ട 3 സ്ഥാനാർത്ഥികളും ഒഴിവാക്കപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലീഗിൻ്റെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിക്കായിരുന്നു. താങ്കളുടെ വാർഡിൽ താങ്കൾക്ക് എത്രത്തോളം വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷയെന്ന് ചോദിച്ചാൽ 100% വിജയപ്രതീക്ഷ എന്ന് തന്നെ പറയാം. കാരണം മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ടയാണ് നാളെ ഇതുവരെയായിട്ടും കൊപ്പളം വാർഡ്. ഒരുപാട് നേതാക്കന്മാർ ഇതിനു മുമ്പ് UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ എൻ്റെ പിതാവ് MP ഫക്രുദ്ദീൻ ഹാജി, അതുപോലെ അമീദ് BN അമീദ്, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BN അമീദ്, പിന്നെ ജമീല മാഹിൻ, ഇവരൊക്കെ വളരെ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച വാർഡാണ്. ഒരു MLAക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് അമീദ് ആ വാർഡിൽ ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ വാർഡ് അമീദിൻ്റെ കൂടെ മുസ്ലിം ലീഗ് കൂടെ എന്നും ഉണ്ടാകുന്നു. യഥാർത്ഥം താങ്കൾ വിശ്വസിക്കുന്നത് അമീദ് ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങൾ താങ്കൾക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റും? 100%. മൊഗ്രാലിലെ മറ്റ് പല വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊപ്പളം വാർഡിൽ ഒരു തികച്ചും വാശിയേറിയ ഒരു പോരാട്ടമല്ലേ നടക്കുന്നത്? വാശിയേറിയ പോരാട്ടമല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു 2ാം സ്ഥാനത്തിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണോ നടക്കുന്നുള്ളത്. 1ാം സ്ഥാനം അത് എപ്പോഴും മുസ്ലിം ലീഗിന്റെ കൈവശം തന്നെയാണ്. INLന്റെയും ജനതാദളിന്റെയും ഒക്കെ വരവ്, വീരൻ വിഭാഗത്തിന്റെ ഒക്കെ വരവ് താങ്കളുടെ ഭാര്യയുടെ വിജയത്തിന് എത്രത്തോളം മുതൽക്കൂട്ടാകും? INLും ജനതാദളും വന്നതിന് ശേഷം മത്സരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഒരു ഓക്കോറായിരുന്നു. പിന്നെ മുകളിൽ ഒരു UDF തരംഗമാണ്. ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ പറയാം. ഈയിടെയായി രാഷ്ട്രീയത്തിൽ തീരെ സജീവമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് താങ്കളെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഭാര്യയ്ക്ക് ഈ സീറ്റ് കൊടുത്തിൽ പലർക്കും ശക്തമായ എതിർപ്പുണ്ട് എന്ന് കേൾക്കുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം. കാരണം ഒരു 5-6 വർഷത്തായി 5-6 വർഷമായി ഞാൻ എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ കൊണ്ടും മറ്റു പലതും കൊണ്ടും രാഷ്ട്രീയത്തിൽ ഞാൻ വിട്ടു നിന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും മറ്റൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എനിക്കില്ല. ഞാൻ ഒരുപാട് കാലം MSFന്റെ മണ്ഡല പ്രസിഡന്റും കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുഗ്രാൽ ശാഖ പ്രസിഡന്റും ഗ്രീൻ സ്റ്റാർ സെക്രട്ടറി, ഗ്രീൻ സ്റ്റാർ ട്രഷറർ, അതുപോലെ എല്ലാം. എൻ്റെ പിതാവ് ഒരുപാട് കാലം ഞങ്ങളുടെ വാർഡിനെ പ്രതിനിധിച്ച ഒരു പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ ജ്യേഷ്ഠൻ MP മുഹമ്മദ് മഞ്ചേശ്വരം മണ്ഡലം KMCCന്റെ പ്രസിഡന്റാണ്. അതുപോലെ ഇബ്രാഹിം ജില്ല ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ താലൂക്ക് പ്രസിഡന്റാണ്. അബ്ദുള്ള എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠൻ കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു മുമ്പ് യൂത്ത് ലീഗിൻ്റെ. കാരണം ഞങ്ങളുടെ ഫാമിലി മുഴുവനും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് ഇത്രത്തോളം ഒരു പച്ച പൊടിച്ച ഒരു കുടുംബം തന്നെയാണ് ഞങ്ങളുടേത്. താങ്കൾ എന്നും ഒരു വിവാദങ്ങളുടെ കൂടെയായിരുന്നു, വിവാദങ്ങളുടെ നായകനായിരുന്നു താങ്കൾ. താങ്കൾ ഓരോ കാലത്തും അന്ന് കുറച്ചു കാലം മുമ്പ് മുഗൾ കയ്യെഴുത്ത് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന കാലത്തും താങ്കൾ അന്ന് മുഗൾ വ്യൂവിനെതിരായി അന്ന് പ്രസിദ്ധീകരിച്ച പല വിവാദ ലേഖനങ്ങളിലും താങ്കളുടെ കൈകളുണ്ട്, അതിന്റെ പിന്നിൽ താങ്കളുടെ കറുത്ത കരങ്ങളായിരുന്നു എന്ന് അന്ന് വിശ്വസിച്ചിരുന്നു. എന്താണ് താങ്കളെ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെല്ലാം ഒരു പഴയ കാലത്ത് തമാശയാണ്, അല്ലാതെ അതിലൊരു കാര്യമില്ല. അത് ഇപ്പം ആരും അങ്ങനത്തെ ആ കാര്യം ആരും ഓർക്കുന്നില്ല. പഴയ കാലത്ത് ഒരു തമാശ മാത്രമാണ് അത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്ക് പിടിച്ച നിമിഷങ്ങളാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. ഇത്രയും സമയം വിളിച്ചതാണ്.